ഹായ് കൂട്ടുകാരെ, ഇത് കുനിശ്ശേരി പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിന്ന് ഇറക്കത്തില്ല, ചേരാമംഗലത്ത് പോണ വഴിക്കുള്ള ഒരു കള്ള് ഷാപ്പാണ്. ഞാനിങ്ങനെ വന്നപ്പോൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഈ കള്ള് ഷാപ്പൊന്ന് നമ്മുടെ വീഡിയോയിൽ പകർത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഈ കള്ള് ഷാപ്പും കൂടി ഇടാമെന്നാണ് നമ്മുടെ വിചാരം. ഇതിൽ കാണുന്ന ഐറ്റംസുകളൊക്കെ ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വരാം. ഈ ഷാപ്പാണ് കേട്ടോ. നമുക്ക് ഷാപ്പിലേക്ക് വരാം. ഇവിടുത്തെ ഐറ്റംസുകളൊക്കെ എന്തൊക്കെയുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കാം. അപ്പൊ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിന്റെ ഐറ്റംസുകളൊക്കെ എന്താണെന്ന് നോക്കാം. ഇതാ നമ്മുടെ ബാബു ആണ് നിൽക്കുന്നത്. ബാബുവിന്റെ നോക്കാം. എന്തൊക്കെയാണ് ഐറ്റംസുകൾ? പോർക്ക്, നല്ല ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടാ. ഇതാ കണ്ട പോർക്ക്. ഓക്കെ, ഇതാ അടിപൊളി, മൂപ്പര അടിപൊളി ടേസ്റ്റിലുള്ള ഫുഡുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ പിന്നെ ബോട്ടി ഉണ്ട്, ബോട്ടി, പോർക്ക്, ബീഫ്, എല്ലാം മൂപ്പര എല്ലാം സ്പെഷ്യലായിട്ട് എല്ലാം ഉണ്ടാക്കുന്ന ഒരാളാണ്. എല്ലാം സ്പെഷ്യലാണ്. അടിപൊളി എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ. കഴിക്കാനുണ്ടല്ലോ പൊറോട്ടയാ? അവിടെ ഒരാൾക്ക് പൊറോട്ടയും കൂടി സപ്ലൈ ചെയ്യണം. അതുകൊണ്ട് പൊറോട്ടകളൊക്കെ ഉണ്ട്. ബോട്ടിന്റെ ഉള്ളിലേക്ക് നല്ല വന്നോണ്ടിരിക്കും. അപ്പൊ നമുക്ക് ബാലേഷേട്ടൻ്റെ അടുത്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാനാണ് വന്നിരിക്കുന്നത്. ബാലേഷേട്ടാ, ഇവിടെ എന്തൊക്കെയാണ് ഐറ്റംസുകള്? ഇവിടെ നല്ല കള്ള്, നല്ല ശുദ്ധമായ കള്ള്. ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു. നമ്മള് ഇവിടെ കള്ള് നല്ല ശുദ്ധമായ കള്ള്, ചെത്ത് കള്ള് മാത്രമേ കൊടുക്കുള്ളൂ. ഇവിടെ നമ്മള് വരവ് കള്ളൊന്നും അങ്ങനത്തെ ഒരു വരവ് കള്ളൊന്നും കൊടുക്കില്ല. നല്ല തെങ്ങും കള്ളാണെങ്കിലും പനം കള്ളാണെങ്കിലും നല്ല ചെത്ത് കള്ള് മാത്രമാണ് ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്യുന്നതും കൊണ്ടുവരുന്നതും. വരവ് കള്ളിന്റെ പരിപാടിയൊന്നും ഇല്ല. നല്ല കുഴപ്പമില്ല, നല്ല നല്ല കച്ചവടമുണ്ട്, നല്ല മൂവിങ് ആണ്. നല്ല ഫുഡും കാര്യങ്ങളെല്ലാം, നല്ല ഫുഡും എല്ലാ ഐറ്റങ്ങളും കാര്യങ്ങളുണ്ട്. നല്ല 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 സർവീസും കാര്യങ്ങളൊക്കെയാണ്. ആർക്ക് വേണമെങ്കിലും അവിടെ നല്ല തണുപ്പിച്ച വെള്ളുണ്ട്. നല്ല തെങ്ങും കള്ളും അതെ, പനം കള്ളും അതെ, നല്ല തണുപ്പിച്ച വെള്ള് കാര്യങ്ങളൊക്കെ നല്ല തന്നെയാണ്. നമ്മൾ തണുപ്പിച്ച വെള്ള് കണ്ട് നമ്മൾ പ്രത്യേക ചാർജ് ഒന്നും ഈടാക്കുന്നില്ല. നമ്മൾ തണുപ്പിച്ചതിനൊക്കെ ഒരേ റേറ്റാണ് കൊടുക്കുന്നത്, ഒരേ റേറ്റിനാണ് കൊടുക്കുന്നത്. നല്ല കള്ളാണ്. ഇനിയിപ്പോൾ അത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ നല്ല സീസണാണ്. നല്ല ശുദ്ധമായ തെങ്ങും കള്ളും പനം കള്ളും നമുക്ക് സുഖമായിട്ട് വന്നിട്ട് നല്ല തണുപ്പിച്ചതോ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, കുഴപ്പമില്ല. നല്ല എല്ലാ സൗകര്യങ്ങളും, നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആർക്ക് ഫാമിലി തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാമിലിയോടെ വരുന്നവർക്ക് നല്ല എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇവിടെ ചെയ്തു. അപ്പോൾ ബാലേഷേട്ടൻ പറയുന്നത് കഴിക്കുന്നവർക്ക് ഇവിടെ വന്ന് കഴിക്കാം, അല്ലാത്തവർക്ക് ഫാമിലിയോടെ വരുന്നവർക്ക് അവിടുന്ന് ഫുഡ് ഉണ്ട്. അത് അങ്ങനെ പൊറോട്ട കഴിക്കാൻ, ചപ്പാത്തി, പൊറോട്ട, ബീഫ്, അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ട്. തവളയൊന്നും ഇല്ല കേട്ടാ. അത് ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. പക്ഷെ മറ്റെല്ലാ ഐറ്റം, ബീഫുണ്ട്, പോർക്കുണ്ട്, അതേപോലെ താറാവുണ്ട്, മൊയിലുണ്ട്, കാടയുണ്ട്, ബോട്ടിയുണ്ട്, അതേപോലെ ചെമ്മീനുണ്ട്, കൂന്തളുണ്ട്, ചപ്പാത്തി, പൊറോട്ട, നൂലപ്പം, പിന്നെ ഇഡ്ഡലി, ദോശ, പത്തിരി, അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. നമ്മുടെ ബാബുവാണ് ഉണ്ടാക്കുന്നത്. ഇത് എവിടെയാണെന്ന് അറിയാം? നമ്മുടെ കുനിശ്ശേരിയിൽ നിന്ന് നേരെ ഇറക്കാൻ പോസ്റ്റ് ഓഫീസ് വഴി വന്നിട്ട് ചേരാമംഗലം അല്ലെ, ചേരാമംഗലത്താണ്. നെമ്മാറ, അതേപോലെ പോത്തുണ്ടി, അതേപോലെ നെല്ലിയമ്പതി റോഡാണ്. കുനിശ്ശേരി ജംഗ്ഷനിൽ കയറി വന്ന ഒരു 500 മീറ്ററിന്റെ അത്രേ ഉള്ളൂ ദൂര ഇറക്കത്തിലാണ്. അതാണ് ഈ ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അപ്പൊ വന്നിട്ട് കഴിക്കുന്നവർക്ക് നമ്മുടെ ബാലേഷേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നേരെ വന്നു കഴിഞ്ഞാൽ 1 ലിറ്ററോ 1/2 ലിറ്ററോ അല്ല കഴിക്കുന്നവർക്ക്, ഫാമിലി മാത്രം കഴിക്കുന്നവർക്ക്, ഫാമിലി ഉള്ളവർക്ക് ഫുഡ് മാത്രം കഴിച്ചിട്ട് അവർക്ക് നല്ല സംതൃപ്തിയോടെ പോവുകയും ചെയ്യാം. അല്ല, ഇനിയിപ്പോ ഫുഡ് ഐറ്റംസ് ആണ് എന്ന് പറഞ്ഞാൽ അവിടെ പോവാം. നേരെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. പ്രായപരിധിയൊന്നുമില്ല. കള്ളിന് മാത്രം പ്രായപരിധി ഉണ്ട്. നമ്മൾ 23 വയസ്സ് കഴിഞ്ഞവർക്ക് കള്ള് കൊടുക്കുള്ളൂ. ഫുഡ് നമുക്ക് ആർക്ക് ഫാമിലി ആർക്ക് വേണമെങ്കിലും വന്നിട്ട് അവർക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാം. അതിനൊന്നും ഒരു തടസ്സങ്ങളൊന്നും നിയമപരമായിട്ട് ചെയ്യൂ. എല്ലാവർക്കും കൊടുക്കില്ല കേട്ടാ, നിയമപരമായിട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് അപ്പൊ ഫ്രണ്ടിലേക്ക് ഒന്ന് പോവാം അല്ലേ? ഓക്കെ. ആ പൗസ് ഒന്ന് അവർക്ക് ഇവരിന്ന് പെടുത്തണ്ട പറഞ്ഞിട്ടുണ്ട് അവർക്ക് എന്ന് അല്ലേ?
ഓക്കെ, അപ്പൊ നമ്മുടെ ബാബുവിന്റെ അടുത്താണ് നമുക്ക് അടുത്ത് വരുന്നത്. അപ്പൊ എല്ലാ ഐറ്റംസും ഉണ്ടെന്ന് നമ്മൾ ഫ്രണ്ടില് പറഞ്ഞു ആദ്യം തന്നെ. ചേട്ടന് വേണമെന്ന് ചേട്ടന് വേണ്ടെന്ന് പറഞ്ഞല്ലേ ഇവിടുത്തുണ്ടെന്ന്. ഓക്കെ, അപ്പൊ ബാബുവിന്റെ അടുത്താണ്. അപ്പൊ എല്ലാ ഐറ്റംസും ഉണ്ട്. കഴിക്കുന്നവർക്ക് ഇവിടെ വന്ന് കഴിക്കാം. അതാ കള്ള് കഴിക്കുന്നവർക്ക് നേരെ അവിടെ പോയിട്ട് ഉള്ളിൽ പോയി കഴിക്കാം. അല്ലാത്തവർക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള നല്ല സൗകര്യമുണ്ട്. ഫാമിലിയൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഫാമിലി ഉള്ളവർക്ക് വന്ന് കഴിക്കാം. പോണ വഴിക്ക് നമ്മുടെ കുനിശ്ശേരി നമ്മല്ല പറഞ്ഞല്ലോ, കുനിശ്ശേരിയിൽ നിന്ന് കുറച്ച് നെന്മാറ റോഡിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ബാബു എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്ര നേരം ആള് വർക്കിങ്ങിൽ നിൽക്കുകയാണ്. എന്തെങ്കിലും പറയണ്ട. പറയാന്ന് വെച്ചാൽ നമ്മളിവിടെ എല്ലാ ഞായറാഴ്ചയും ഇവിടെ നല്ല സ്പെഷ്യൽ കിട്ടുന്നതാണ്. നമ്മുടെ മറ്റേ മുയലായാലും ശരി, പോർക്ക്, ഫിഷ്, ബോട്ടി, പന്നിയിറച്ചി, ചിക്കൻ, ചില്ലി ചിക്കൻ, ഫിഷ് ഫ്രൈ എല്ലാം കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓക്കെ, അപ്പൊ ഞങ്ങള് എല്ലാവരും കാണാം. ശരിയെന്നാ. ഓക്കെ, എന്റെ പേര് സുധാകരൻ. KVS സ്റ്റാർ ബ്ലോഗേഴ്സ് ആണ്. എല്ലാവരും എടുക്കുക. ക്യാമറാന്റെ പേരെന്താണ്? ഗോകുൽദാസ്. ഞങ്ങളുടെ ഒരു ഏട്ടനുണ്ട്, ഗോകുൽദാസ് ചേട്ടനാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് മൂപ്പറിനെ ഒന്ന് കാണിക്കാം. ഉണ്ടല്ലോ.